മുഖ്യമന്ത്രിയെ വിമർശിച്ച പോസ്റ്റുകൾ നീക്കം ചെയ്തത് ആരും പറഞ്ഞിട്ടല്ല. വിശദീകരണവുമായി മെറ്റ. വാർത്താമാധ്യമങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നീക്കം ചെയ്തതിൽ വിശദീകരണവുമായി മെറ്റ. പോസ്റ്റുകൾ നീക്കം ചെയ്തത് ആരുടെയും നിർദ്ദേശപ്രകാരമല്ലെന്നും കമ്പനിയുടെ AI സോഫ്റ്റ്വെയർ അപ്ഡേഷന്റെ ഭാഗമായി സംഭവിച്ച സാങ്കേതിക പിഴവാണെന്നുമാണ് വിശദീകരണം. മെറ്റയുടെ ഇന്ത്യയിലെ നോഡൽ ഓഫീസർ കേരള പോലീസിന്റെ സൈബർ ഓപ്പറേഷൻ വിങ്ങിനെ ഇക്കാര്യം അറിയിക്കുകയായിരുന്നു. സർക്കാരിന്റെയോ മറ്റേതെങ്കിലും ഏജൻസികളുടെയോ സമ്മർദ്ദത്തിന്റെയോ ഇടപെടലിന്റെയോ ഭാഗമായിട്ടല്ല പോസ്റ്റുകൾ നീക്കം ചെയ്യപ്പെട്ടതെന്നും മെറ്റ നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നു. വാർത്താ ചാനലുകളുടെയും മറ്റു മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും സർക്കാരിനെയും മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന പോസ്റ്റുകൾ അകാരണമായി നീക്കം ചെയ്യപ്പെട്ടത് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പോസ്റ്റുകൾ നീക്കം ചെയ്യപ്പെട്ടത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. തനിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന വാർത്തകൾ മുക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും ഉണ്ടായിട്ടില്ലെന്നും മാധ്യമങ്ങളുടെ കാർഡുകളും പോസ്റ്റുകളും നിരന്തരം നീക്കം ചെയ്യപ്പെടുന്നതിന് പിന്നിലെ കാരണം അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനു പിന്നാലെയാണ് സൈബർ പോലീസ് മെറ്റയോട് ഔദ്യോഗികമായി വിശദീകരണം തേടിയത്. തകരാർ പരിഹരിച്ചതിനെ തുടർന്ന് റിപ്പോർട്ടർ TV, ന്യൂസ് മലയാളം, കൈരളി തുടങ്ങിയ വിവിധ മാധ്യമങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട പോസ്റ്റുകളെല്ലാം ഘട്ടം ഘട്ടമായി മെറ്റ ഇപ്പോൾ പുനഃസ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനലിന്റെ 10ലധികം പോസ്റ്റുകൾ ഇതിനോടകം പൂർണ്ണമായും തിരികെ എത്തിക്കഴിഞ്ഞു. MDMA കേസുമായി ബന്ധപ്പെട്ട് VD സതീശന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിരുന്ന ആൾ അറസ്റ്റിലായ വാർത്ത, ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകൾ മുഖ്യമന്ത്രിയെ വിമർശിച്ച് സംസാരിക്കുന്ന വാർത്ത തുടങ്ങിയവയാണ് പ്രധാനമായും നീക്കം ചെയ്യപ്പെട്ടിരുന്നത്. വരും മണിക്കൂറുകളിൽ ബാക്കിയുള്ള പോസ്റ്റുകൾ കൂടി പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെടുമെന്നാണ് വിവരം. യാതൊരു പരാതിയും ലഭിക്കാതെയാണ് സൈബർ പോലീസ് ഈ വിഷയത്തിൽ മെറ്റയോട് നേരിട്ട് വിശദീകരണം തേടിയത്. മെറ്റയ്ക്ക് കത്തെഴുതാൻ തയ്യാറാണെന്നും വാർത്തകൾ നീക്കം ചെയ്യിക്കാൻ തനിക്ക് മെറ്റയിൽ യാതൊരു സ്വാധീനവുമില്ലെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. തന്റെ ഓഫീസിന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജായ CMO കേരള ലഭ്യമാക്കി തരണം എന്നത് മാത്രമാണ് മെറ്റയോട് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപേക്ഷ നൽകിയിട്ട് 2 മാസമായി. എന്നാൽ അക്കൗണ്ട് ഇതുവരെ ലഭ്യമായിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു.